കൊല്ലം കൊട്ടാരക്കരയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. പള്ളിക്കൽ ആലുംചേരിയിൽ സരസ്വതി അമ്മയെയാണ് കൊലപ്പെടുത്തിയത്. കൊല ചെയ്ത ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസിൽ കീഴടങ്ങി. കുടുംബവഴക്കിനെ തുടർന്ന് കൊലപാതകമെന്നാണ് പോലീസ് ഭാഷ്യം. സംഭവ സമയം പള്ളിക്കലിലെ വസതിയിൽ ഇരുവരും മാത്രമാണ് ഉണ്ടായിരുന്നത്. വീടിനുള്ളിൽ വെച്ച് പ്ലാസ്റ്റിക് കയർ കൊണ്ട് കഴുത്ത് ഞെരിച്ച ശേഷം കൊടുവാൾ കൊണ്ട് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പം താമസിച്ചിരുന്ന മകന്റെ ഭാര്യയും കുഞ്ഞും സമീപത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കൃത്യം നടന്നത്. കുടുംബവഴക്കാണ് കൊലയ്ക്ക് കാരണമെന്നും ഭാര്യയിൽ സംശയമുള്ളതായും സുരേന്ദ്രൻപിള്ള പോലീസിനോട് പറഞ്ഞു. ഈ സംഭവം ചെറിയ വീട്ടുവഴക്ക് ഇടയ്ക്കിടയ്ക്കുണ്ടായിരുന്ന പറഞ്ഞു, പക്ഷെ പുറത്താരും അറിയത്തക്ക രൂപത്തിലില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിചാരമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. കിടപ്പ് അടുക്കളയ്ക്ക് തൊട്ടിപ്പുറത്തെ മുറിയില്ല. അവരും ഭർത്താവ് അവരുടെ. കൃത്യം നടത്തിയ സുരേന്ദ്രൻപിള്ള മകന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് സരസ്വതി അമ്മയെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചു. തൊട്ടു പിന്നാലെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഫോറൻസിക്കും പോലീസും പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജനം, കൊല്ലം.